ഞാൻ പറഞ്ഞിരുന്നത് മുസ്ലിങ്ങളുടെ അടുത്തു നിന്നും കോൺട്രിബ്യൂഷൻ വാങ്ങണം ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിരുന്നായിരുന്നു. അങ്ങനെ വേണ്ടി അവർ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഒരു പുതിയ അധ്യായമായിട്ട് മാറുമായിരുന്നു നമ്മളെ ചരിത്രത്തിൽ. ലക്ഷോപലക്ഷം സാധാരണ ഹിന്ദുക്കളുണ്ട്. അവർ അവിടെ പോകുന്ന അവസരത്തിലുണ്ടല്ലോ, അവരെ വികാരം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡാണ്, നമുക്ക് ആ വികാരത്തെ കുറേ തടുത്തു നിർത്താൻ പറ്റും. പക്ഷെ അല്ലാതെ എത്രയോ ആളുകൾ കരയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ എത്രയോ കാലം ജീവിച്ച ആളാണ്. അപ്പോൾ എനിക്കറിയാം അവിടേക്കുള്ള ഓരോ ആളുകളുടെയും ഹൃദയത്തിലുള്ള ആ മുറിവിൻ്റെ ആഘാതം ശരിക്കും എനിക്കറിയാം. ഇത് നേരെ മക്കയും മദീനയായിരുന്നെങ്കിൽ എത്ര ബോംബ് പൊട്ടുമായിരുന്നു. സാർ, ഈ അടുത്ത സമയത്ത് പറഞ്ഞായിരുന്നു ഇതിൻ്റെ കൂടെ രാമജന്മഭൂമിയുടെ ഒപ്പം മധുരയും കാശിയും കൂടെ വിട്ടുകൊടുക്കണം. അതെ അതെ, അത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നയിക്കുന്ന ഒരു കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്നുള്ളത് ശരിയാണ്. പക്ഷേ പൊതുവെ നമ്മൾ ആ ചരിത്രത്തെ നോക്കി കാണുന്ന അവസരത്തിൽ ഈ രണ്ട് സ്ഥലങ്ങൾ കൂടി ഇല്ലെങ്കിൽ, അതിനുള്ള വാദങ്ങൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, ഈ രണ്ട് സ്ഥലങ്ങൾ കൂടി ഇല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു നിതാന്ത പരിഹാരം നമുക്ക് കാണാൻ കഴിയില്ല. ഇതെപ്പോഴും ഇങ്ങനെ ഇറ്റ് വുഡ് ബി എ കൈൻഡ് ഓഫ് ഫെസ്റ്ററിങ് തോൺ ഫോർ എവർ. ഒന്ന് കഴിഞ്ഞു, പക്ഷേ ഈ രണ്ട് ഇതും ഞാനെപ്പോഴും മുസ്ലിങ്ങളോട് പറയാറുള്ളത്, ഇന്ത്യ, ഇഫ് ഇറ്റ് ഈസ് ഈവൻ ആഫ്റ്റർ ഗിവിങ് പാകിസ്ഥാൻ, ഇഫ് ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി, ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഇറ്റ് ഈസ് ഹിന്ദു മെജോറിറ്റി കൺട്രി. അല്ലെങ്കിൽ ഇതൊരിക്കലും തന്നെ ഒരു സെക്യുലർ കൺട്രി ആവില്ലായിരുന്നു. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കിയിട്ട് ഈ പ്രധാനപ്പെട്ട ഈ മൂന്ന് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിന്ദുസ് ആസ് മക്ക ആൻഡ് മദീന ആർ ഫോർ മുസ്ലിംസ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുസ്ലിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. ഞാൻ ഈ സ്ഥലത്ത് മുഴുവൻ വർക്ക് ചെയ്ത ആളാണ്. അപ്പം പലപ്പോഴും ഇവിടെ ഗ്യാൻവാബി പോകുന്ന അവസരത്തിൽ വളരെയധികം വിഷമമുണ്ടാകും, വളരെ വിഷമം തോന്നും നമുക്ക്. എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ടായിരുന്ന അധികവും ഹിന്ദു സുഹൃത്തുക്കളായിരുന്നു. അപ്പം ആ നന്ദി പള്ളിയെ നോക്കുന്നുണ്ട്, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ക്ഷേത്രങ്ങളുടെ നഗരിയാണ് ചുറ്റുമുള്ളത്. എനിക്ക് ഏതാണ്ട് ഈ സ്ഥലം 990 മുതൽ തന്നെ ശരിക്കായിട്ട് അറിയാവുന്നതാണ്. അതേപോലെയാണ് മധുരയും ഉള്ളത്. വല്ലാതെ വിഷമം തോന്നുന്ന അനുഭവമാണ് അവിടേക്ക് പോകുന്ന അവസരത്തിലുണ്ടാകുന്നതും. ഒരു സാധാരണ ഹിന്ദുവിൻ്റെ ഹൃദയത്തിലെ വലിയ മുറിവായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് ചിലർ എക്സ്പ്രസ് ചെയ്യും, ചിലർ എക്സ്പ്രസ് ചെയ്യില്ല. അപ്പം ഇത് എന്നേക്കുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പം അതുകൊണ്ട് തെളിവുകൾ ധാരാളമുണ്ട്. തെളിവുകൾ ആർക്കിയോളജിക്കൽ തെളിവുകളുണ്ട്, അതേപോലെ തന്നെ അല്ലാത്ത ബുക്കിഷായിട്ടുള്ള തെളിവുകളുണ്ട്. മാസിറ ആലങ്ങേരി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, സഖി മുസ്തയിദ് ഖാൻ എന്ന് പറഞ്ഞ ആൾ എഴുതിയാണ്. അതിൽ ഇതിനെ രണ്ടിനെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ അത് ഒരു വലിയ മാറ്റമുണ്ടാക്കും. ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിലും ഹിന്ദുക്കളുടെ ഇടയിലും ഒരുപക്ഷെ കേരളത്തിലുണ്ടാവില്ല, പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതൊരു വലിയ വിടവായി മാറിയിട്ടുണ്ട്. അതിനുള്ളൊരു ശാശ്വത പരിഹാരം ഇത് മാത്രമാണ്. പക്ഷേ അതിന് ലീഗലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ലീഗൽ പ്രോബ്ലം 1991 റിലീജിയസ് വർഷിപ്പ് ആക്റ്റാണ്. അത് അമെൻഡ് ചെയ്യാത്തിടത്തോളം കാലം ഇത് കൊടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് എൻ്റെ ലീഗൽ വശം. അതാണ്. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള ആർക്കിയോളജിക്കൽ വശം ഇതുമാണ്. പക്ഷേ പെറ്റീഷൻ ലീഗലി സ്റ്റാൻഡ് ചെയ്യുന്നതാണെന്ന് ഇപ്പോൾ കഴിഞ്ഞ മാസം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ദാറ്റ്സ് എ 17th century സ്ട്രക്ചർ അല്ലേ? 17th സെഞ്ചുറിയിലല്ലേ ഗ്യാൻവാപ്പി 18th സെഞ്ചുറിയിലായിട്ട് ഒരു ഔറംഗസേബിൻ്റെ പീരീഡിലാണത്. ഡോണ്ട് യു തിങ്ക് ആസ് എൻ ആർക്കിയോളജിസ്റ്റ് അതൊരു 18th സെഞ്ചുറിയിലെ ഒരു സ്ട്രക്ചർ വീണ്ടും ഡെമോളിഷ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്, ഇപ്പോൾ നേരത്തെ മനോജ് ചോദിച്ചതുപോലെ, അതൊരു അൺനെസസറി കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കില്ലേ? തീർച്ചയായും. അത് ഈവൻ ഇതിനെക്കുറിച്ചും ബാബരി മസ്ജിദിനെ കുറിച്ചും ഈ പ്രശ്നം വന്നിരുന്നു. അതൊരു ഹിസ്റ്റോറിക് സ്ട്രക്ചറാണ്, ഒരു ആർക്കിയോളജിക്കൽ സ്ട്രക്ചറാണ്. അതിനെ രണ്ടാമത് നമ്മൾ ഡിമോളിഷ് ചെയ്യണോ എന്നുള്ളത്. ഡിമോളിഷ് ചെയ്യാതെ ഞങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് അതേപോലെ തന്നെ എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇന്ത്യയിൽ ആകെ 4 ട്രാൻസ്പ്ലാന്റേഷൻസാണ് ആകെ നടന്നിട്ടുള്ളത്. അത് 2 ഹെഡ് ചെയ്ത് ഞാനായിരുന്നു. ഒന്ന് കുരുടി മഹാദേവ് ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിവക്ഷേത്രമുണ്ട്. അതേപോലെ ചൗബീസ് അവതാർ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് മധ്യപ്രദേശിൽ മറ്റൊരു ക്ഷേത്രമുണ്ട്. അത് രണ്ടും ഞാൻ അതേപോലെ നമുക്ക് ഇവിടുന്ന് ബ്രിക്ക് ബൈ ബ്രിക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടുന്ന് മാറ്റാൻ കഴിയും. അതോടുകൂടി ഒരു പ്രശ്നം എന്നേക്കുമായിട്ട് പരിഹരിക്കാൻ കഴിയും. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് അത് ഇതേപോലെ മറ്റൊരു സ്ഥലം എടുത്തിട്ട് ആ സ്ഥലത്തേക്ക് നമുക്ക് അതേപോലെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. ബ്രിക്ക് ബൈ ബ്രിക്ക് വി ഹാവ് ടു ഡിസ്മാൻറ്റിൽ ഇറ്റ്. ഇതിനുള്ളൊരു സംശയം, നമ്മുടെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ചില തെറ്റുകളോ ശരികളുടെയോ ഭാഗമായിട്ടാണ് ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ നിലവിൽ വരുന്നത്. നമ്മുടെ ചരിത്രത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ തിരുത്താൻ തുടങ്ങിയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ശരിയാണ്, അത് വളരെ ശരിയാണ്. ഇതിന് ഒരു തുടക്കവും അവസാനവും ഉണ്ടാവില്ല. ഇത് വിൽ ഗോ ഓൺ. കേരളത്തിൽ തന്നെ ധാരാളം ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങൾ അതേപോലെ ഉണ്ട്. അതേപോലെ ജൈന ക്ഷേത്രങ്ങൾ പിന്നീട് ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് മാറിയിട്ടുള്ളതുണ്ട്. അവിടെ നോർത്ത് ഇന്ത്യയിലും ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങൾ ഇതേപോലെ ആയിട്ടുണ്ട്. അത് നമുക്ക് ശരിയാണ്. പക്ഷേ ഒരു എക്സാമ്പിളറി ആയിട്ട് ഈ 3 സ്ഥലങ്ങൾ മാത്രം, അത് കൃഷ്ണൻ്റെ ജന്മസ്ഥലവും അതുപോലെ ശിവൻ്റെ സ്ഥലവും അതേപോലെ തന്നെ രാം ജന്മഭൂമിയും, ഇതൊരു 3 ഒരു എക്സെപ്ഷണലായിട്ട് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പല പ്രശ്നങ്ങളെയും പരിഹരിക്കാനുള്ള ഒരു മാർഗം ഇത് മാത്രമാണ്. അല്ലാതെ ഞാനൊന്നും കാണുന്നില്ല. ഈ മുസ്ലിം ഇൻവേഷനിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട്. ഈ 3 റീകൺസ്ട്രക്ട് ചെയ്യാൻ സമ്മതിച്ചാൽ മറ്റുള്ളതിനും ഇതുപോലെ ഡിമാൻഡ് വരില്ലേ? തീർച്ചയായിട്ടും ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് നമ്മൾ കമ്മ്യൂണിറ്റി ലീഡേഴ്സുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അതല്ലാതെ നമ്മൾ പിന്നെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞു. കാരണം റിലീജിയസ് വർഷിപ്പ് ആക്ട് പ്രകാരം പിന്നെ കട്ട് ഓഫ് ഇയർ 1947 ആണ്. ആ 1947 മുമ്പ് പള്ളിയാണെങ്കിൽ പള്ളി, അതല്ലെങ്കിൽ പിന്നെ അമ്പലമാണെങ്കിൽ അമ്പലം എന്നുള്ളതാണ് ഇത്. അത് ഒരു ശരിയായിട്ടുള്ള ഒരു നിഗമനത്തിലാണ് ഗവൺമെൻറ് എത്തിച്ചേർന്നതും പിന്നെ അതേപോലെ തന്നെ റിലീജിയസ് വർഷിപ്പ് ആക്റ്റും. പക്ഷേ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ 2 സ്ഥലമാണ്. അത് വിട്ടുകൊടുത്താൽ എനിക്ക് തോന്നുന്നത് പൊതുവെ എല്ലാ റിലീജിയസ് ഗ്രൂപ്പ്സും അതിലേക്ക് ഒന്നായിട്ട് നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണ് തോന്നുന്നത്. അതൊരു ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ചിന്തയല്ലേ സർ? അത് ചോദിക്കാൻ കാരണം RSSന്റെ ലിസ്റ്റിൽ 2000-ഓളം അമ്പലങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് RSSന്റെ കയ്യിൽ. പണ്ട് പള്ളി, ഇപ്പോഴത്തെ പള്ളികൾ പണ്ട് അമ്പലങ്ങളായിരുന്നു എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ്. നമ്മൾ ഇപ്പോൾ ഒരെണ്ണം ബാബറി മസ്ജിദ് കഴിഞ്ഞു, ഗ്യാൻവാപ്പി വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു അവസാനമുണ്ടോ എന്നുള്ളതാണ്. പോലത്തെ ഒരു രാജ്യത്ത് ഒരുപാട് മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹവസിക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ ചരിത്രത്തിന്റെ തെറ്റുകൾ തിരുത്തി തുടങ്ങിയാൽ ഇത് എവിടെ അവസാനിക്കും? സാധ്യമല്ല. വളരെ ന്യായമായിട്ടുള്ള പിന്നെ ചോദ്യമാണിത്. ഒരു ലിസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു അന്തമുണ്ടാവില്ല ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ. ഇത് RSSൻ്റെ ലിസ്റ്റല്ല, എനിക്ക് തോന്നുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലിസ്റ്റാണ്. അവരുടെ അടുത്ത് വലിയ ലിസ്റ്റുണ്ട്. പക്ഷേ ഹിന്ദുമതം എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം പിന്നെ ഒരാൾക്ക് ലിബറൽ റിലിജനാണ്. സെമിറ്റിക് റിലിജനെ പോലെയല്ല. സെമിറ്റിക് റിലിജൻസ് ആണെങ്കിൽ ഞങ്ങൾ മാത്രം ശരിയാകുന്നത്, ഹിന്ദുമതം കുറേ കൂടി വിശാലമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള മതമാണ്. അപ്പോൾ ഈ റിലീജിയസ് ലീഡേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ 3 വിടണം. ഇതിനു മുമ്പും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. 3 വിട്ടുകൊടുത്താൽ ഞങ്ങൾക്ക് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള പലപ്പോഴും വന്നിരുന്നു. പക്ഷെ അതൊന്ന് രേഖാമൂലം ഒന്ന് ഇനി ഞങ്ങൾ മറ്റൊന്നിനു വേണ്ടി ക്ലെയിം ചെയ്യില്ല എന്ന് പറഞ്ഞ് റിലീജിയസ് ലീഡേഴ്സിനെ വെക്കണം. അതിൽ ചരിത്രകാരന്മാരെയോ അതല്ലെങ്കിൽ ആർക്കിയോളജിസ്റ്റിനെയോ അല്ല ഉൾപ്പെടുത്തേണ്ടത്. റിലീജിയസ് ലീഡേഴ്സും പൊളിറ്റിക്കൽ ലീഡേഴ്സുമാണ് ഇതിനു വേണ്ടി മുന്നോട്ട് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അതല്ലെങ്കിൽ ഈ പ്രശ്നം എന്നും ഒരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ എത്രയോ കാലം ജീവിച്ച ആളാണ്. അപ്പോൾ എനിക്കറിയാം അവിടേക്കുള്ള ഓരോ ആളുകളുടെയും ഹൃദയത്തിലുള്ള ആ മുറിവിൻ്റെ ആഘാതം ശരിക്കും എനിക്കറിയാം. ഇന്ത്യൻ മുസ്ലിം സാറിന് എന്താ തോന്നിയത് അത് കണ്ടപ്പോൾ? ഇത് പൊളിച്ച അവസരത്തിപ്പോൾ ഞങ്ങളൊരു പിന്നെ ആർക്കിയോളജിസ്റ്റ് ഒരിക്കലും ഒരു മുസ്ലിമോ ഹിന്ദു ആവില്ല.
മൂപ്പര് പിന്നെ എങ്ങനെയാണോ അത് വസ്തുതകളുള്ളത്, കാരണം ഇത് വേറെയും ധാരാളം ഹിന്ദുക്കൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ ബ്രെയിൻ പൊതുവെ ഞങ്ങൾ ഈ പിന്നെ ഹിന്ദുവായിട്ടോ മുസ്ലിമായിട്ടോ അതിനെ കാണില്ല. അത് പ്യുവർലി ഒബ്ജക്റ്റീവായിട്ട് ഒരു ആർക്കിയോളജിക്കൽ. എനിക്ക് മുസ്ലിങ്ങളോട് ധാരാളം പിന്നെ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഒരു വർക്ക് ചെയ്യുന്ന അവസരത്തിൽ, ഡൽഹിയിലുണ്ടായിരുന്ന അവസരത്തിൽ ധാരാളം. കാരണം അവർ ചില പള്ളികളിലൊക്കെ നമസ്കാരം തുടങ്ങും. അപ്പോൾ ഞങ്ങളെ ഇതിന് നിയമം എന്ന് പറഞ്ഞാൽ ആ പള്ളി ഏറ്റെടുത്ത അവസരത്തിൽ അതായിരിക്കും കട്ട് ഓഫ് ഇയർ. അന്ന് നമസ്കാരം ഉണ്ടെങ്കിൽ നമസ്കാരം ഉണ്ടാവും, ക്ഷേത്രത്തിൽ പൂജ ഉണ്ടെങ്കിൽ പൂജ ഉണ്ടാവും. പക്ഷേ ഇനി പുതുതായിട്ട് ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല. അപ്പോൾ ഇവർ അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി നോക്കി. ഞാൻ ആദ്യം അവർ സംസാരിച്ചു, പക്ഷേ അവർ കേട്ടില്ല. കാരണം അവർക്ക് കുറച്ച് പൊളിറ്റിക്കൽ പുഷ് കിട്ടിയിരുന്നു. പക്ഷേ പിന്നീടന്ന് പിന്നെ മറ്റേ ഇദ്ദേഹമാണ് പിന്നെ ഹോം മിനിസ്റ്റർ നമ്മളെ ചിദംബരം, കേരളത്തിൽ നിന്നുള്ള ചന്ദ്രശേഖരൻ സാറാണ് എൻ്റെ അല്ല ആ മൂപ്പലപ്പള്ളി പിന്നെ ഇതായിരുന്നു, സ്റ്റേറ്റ് മിനിസ്റ്റർ ആയിരുന്നു. പക്ഷേ ചിദംബരമായിരുന്നു ഡിസിഷൻസ് ഒക്കെ എടുത്തിരുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം പോലീസിനെ വെച്ചിട്ട് കംപ്ലീറ്റ് അത് നിർത്തിക്കളഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും ചിലപ്പോൾ ഹിന്ദു ഗ്രൂപ്പ്സിൻ്റെ അടുത്തുണ്ടാവും, മുസ്ലിം ഗ്രൂപ്പ്സിൻ്റെ അടുത്തുണ്ടാവും. അതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പം ആ ഓറിയൻറ്റേഷനിലാണ് ഞങ്ങളൊക്കെ സാധാരണ പോകാറുള്ളത്. അത് കീപ്പപ്പ് ചെയ്യും. പിന്നെ അത് ഞാൻ ടോട്ടലി അല്ല, നമുക്ക് അതിനെ സംരക്ഷിക്കാൻ അതോടുകൂടി തന്നെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. അതോടുകൂടി പ്രശ്നം തീരും. സാർ അവിടെ പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വേണ്ടത് വളരെ അല്ല കഷ്ടം തോന്നുന്നു. നമ്മൾ ഇതുണ്ടല്ലോ പിന്നെ നന്ദി ഇങ്ങനെ പള്ളിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് മുഴുവനും ആ ഏരിയയിൽ മുഴുവനും ഹിന്ദുക്കളാണ് വരലും പോകലുമായിട്ടുള്ള. ഇപ്പം ഏതാണ്ട് കുറേ വളരെ വൃത്തിയായിട്ടുണ്ട്. പണ്ടൊന്നും വൃത്തികേടിൻ്റെ പിന്നെ പര്യായമായിട്ടാണ് എനിക്ക് തോന്നിയത്. ചാണകവും ഗോമൂത്രവും എല്ലാം കൂടി ഇടകലർന്നിട്ടുള്ളൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒരു വർഷം മുമ്പ് ഞാൻ പോയിരുന്നു. അപ്പോഴും ഒക്കെ എല്ലാം വളരെ നന്നാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു പ്രശ്നമായിട്ട് ഇപ്പോഴും സോർത്തമ്പാണ് ഇപ്പോഴും ഉള്ളത്. ഞാൻ നോക്കിയിട്ടുണ്ട്. അതെ. അത് നമ്മൾ അത് ടോട്ടലി അല്ല, ആ സ്ട്രക്ചർ ഉണ്ടല്ലോ അതിൽ ഇസ്ലാമിക് സ്ട്രക്ചറാണ് ഉള്ളത്. പക്ഷേ ആ ടോട്ടാലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ അതിലും ധാരാളം പിന്നെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും, കല്ലുകളും ബാക്കിയുള്ളതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ടോട്ടലി നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിന് പുറമേ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ലിറ്റററി എവിഡൻസുകൾ ധാരാളം ഉണ്ട്. അതിനും മധുരക്കും രണ്ടിനുമുണ്ട്. ഈ ഒരു ആർക്കിയോളജിക്കൽ ഹിസ്റ്റോറിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അതൊക്കെ ശരിയാണ്. ഈ ബാബറി യാത്ര നടക്കുന്നു അയോധ്യ, അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൂവ് ആകുമ്പോൾ ഇത് പ്യൂർലി ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ ഇഷ്യൂ ആയിട്ട് മാത്രമായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റില്ല. അത് ശരിയാണ്, വളരെ ശരിയാണ്. അത് പൊളിറ്റിക്കൽ മുതലെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് BJPയും RSSും പിന്നെ ശ്രമിക്കുന്നുണ്ടുള്ളത് ശരിയാണ്. അതൊന്നും നമ്മൾ പിന്നെ നിഷേധിക്കാതെ തന്നെ ഇത് ഞാനെന്ന് പറയാറുള്ളത്, ഞാനൊക്കെ നിലനിൽക്കുന്നത് ഒരു പിന്നെ ലക്ഷോപലക്ഷം സാധാരണ ഹിന്ദുക്കളുണ്ട്. അവർ അവിടെ പോകുന്ന അവസരത്തിലുണ്ടല്ലോ, അവരെ വികാരം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡാണ്, നമുക്ക് ആ വികാരത്തെ കുറേ തടുത്തു നിർത്താൻ പറ്റും. പക്ഷെ അല്ലാതെ എത്രയോ ആളുകൾ കരയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ. ഞാൻ 2 മാസം അവിടെ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു, അയോധ്യയിലുണ്ടായിരുന്നു. പിന്നെ ഒരു 3 വർഷത്തോളം പിന്നെ ഞാൻ ആഗ്രൻ്റെ താജ്മഹലിൻ്റെ ചാർജായിരുന്നു. അപ്പോൾ താജ്മഹലിൻ്റെ UPൻ്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ മഥുരയിലൊക്കെ ഇടയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകുന്നത് മുഴുവനും ഹിന്ദു ഓഫീസേഴ്സാണ്, ഞാൻ മാത്രമേ ഒരു മുസ്ലിമായിട്ടുണ്ടാകൂ. അപ്പോൾ ആ പോകുന്ന അവസരത്തിലുള്ള അവരെ സാധാരണക്കാരെ വികാരങ്ങളുണ്ടല്ലോ, ഇത് അല്പം മനസ്സിലാക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. അല്ല, അതല്ല, അത് നമുക്ക് ഇപ്പം ഉണ്ടാക്കിയെടുത്തതാണല്ലോ. ഇതിന് മുമ്പേ ജനങ്ങളുടെ ഇടയിൽ അപ്പോൾ 76-77 എങ്ങനെ സാർ 76-ലൊക്കെ പോകുമ്പോഴും
ഇപ്പോഴുള്ള അതേ വികാരം അവിടുത്തെ ഉണ്ട് 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 വികാരമുണ്ട്. ഇപ്പം കുറച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അന്ന് പറയുകയാണെങ്കിൽ ഒരു വിങ്ങിപ്പൊട്ടുന്ന ഹൃദയം ഉണ്ടല്ലോ, ആ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തിൻ്റെ വികാരമായിരുന്നു അന്നുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ ഉണരുന്നത് കീർത്തനം കേട്ടിട്ടായിരിക്കും. ഞാനതിൻ്റെ ജസ്റ്റ് മുമ്പിലായിരുന്നു താമസിച്ചിരുന്നത്. അതുപോലെ ഉറങ്ങുന്നതും കീർത്തനങ്ങൾ കേട്ടുകൊണ്ടാണ്. ആളുകൾ വരുന്നത്, ധാരാളം ആളുകൾ വരുന്നുണ്ട്. പലപ്പോഴും അവർക്ക് ഇപ്പോൾ എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ്. പിന്നെ നോർത്തിൽ പിന്നെ ശരിക്ക് കട്ടിയാകുന്ന ഇതാണ്. അപ്പം ചെരുപ്പുണ്ടാവില്ല, അവരെ പാദരക്ഷ ഉണ്ടാവില്ല, വസ്ത്രങ്ങൾ വേണ്ടത്ര ഉണ്ടാവില്ല. ഇങ്ങനെ ജസ്റ്റ് ടു ഹാവ് എ ഗ്ലിംസ് ഓഫ് ശ്രീരാമ ഈ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഹൃദയവികാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നേരെ മക്കയും മദീനയും ആയിരുന്നെങ്കിൽ എത്ര ബോംബ് പൊട്ടുമായിരുന്നു. എന്നിട്ടും 500 വർഷത്തോളം ഒരു യുദ്ധം ചെയ്തുകൊണ്ട് നിയമപരമായ രൂപത്തിലാണ് നേടിയെടുക്കുന്നത്. അതാണ് ഹൃദയത്തിൻ്റെ പിന്നെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഹിന്ദുയിസത്തിൻ്റെയും വിശാലത. സാർ പറഞ്ഞ പോലെ ഈ 3 സ്ട്രക്ചറും ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇഷ്യൂ പെർമനന്റ്ലി തീരുമെന്നാണല്ലോ എനിക്ക് കരുതുന്നത്. അതെ അതെ. പക്ഷെ അത് മേ ബി അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആണ്. 92-ലാണ് ബാബറി തകരുന്നത്, 91-ലാണ് ഗ്യാൻ ബാബിക്ക് വേണ്ടിയുള്ള ലീഗൽ ബാറ്റിൽ തുടങ്ങുന്നത്. സോ നാച്ചുറലി ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിരുന്നു. അത് ഹിന്ദു മനസ്സുണ്ടല്ലോ, ഇതിനൊന്നും അംഗീകരിക്കില്ല. ഇപ്പോൾ ഇതിന് തന്നെ ഈ കാര്യത്തിന് തന്നെ പിന്നെ ഒന്ന് ശ്രീരാമൻ്റെ ജന്മസ്ഥലം, അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ മുസ്ലിങ്ങളോട് കൂടെ നിൽക്കുന്ന എത്ര ഹിന്ദുക്കളുണ്ട്. നേരെ മറിച്ച് നമുക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ കഴിയും. നേരെ മറിച്ച് എത്ര മുസ്ലിംസ് ഈ പിന്നെ ഹിന്ദുക്കൾ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്ന്, എനിക്കറിയാം എത്ര പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത്. അല്ല, ജസ്റ്റിഫിക്കേഷൻ അല്ല. ഒരു അമ്പലം പ്രതിഷ്ഠിക്കുമ്പോൾ അതൊരു പള്ളിയെ തകർത്തിട്ടാണോ, പള്ളിയെന്നല്ല ഏതെങ്കിലും ഒരു സ്ട്രക്ചറിനെ തകർത്തിട്ടാണോ, അവിടെയാണോ മര്യാദ പുരുഷോത്തമനായ രാമൻ ഇരിക്കുക എന്നൊരു ചോദ്യമില്ലേ? അല്ല, പക്ഷേ ഇത് നമ്മൾ വെറും ഫിലോസഫിക്കലായിട്ട് മാത്രം ചിന്തിച്ചാൽ പോരാ. ജനങ്ങൾ വികാരവുമായിട്ട് നമ്മൾ ഒരല്പം നോക്കുകയാണെങ്കിൽ ഇന്ന് നടന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് നടന്നിരുന്നില്ലെങ്കിൽ പിന്നെയും പ്രശ്നങ്ങൾ എന്നേക്കുമായിട്ടുള്ള പ്രശ്നങ്ങളാകുമായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല മാർഗമായിട്ടാണ് ഞാനിതുവരെ മനസ്സിലാക്കിയത്. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുക. ഉണ്ട്. ഇല്ല, ഞാൻ പോകുന്നില്ല. എനിക്ക് കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. ഇപ്പം ഭയങ്കര തണുപ്പാണ് താനും. ഇപ്പോൾ ഇവിടെ ഒരു 15th സെഞ്ച്വറി ഒരു സ്ട്രക്ചറിനെ ഡെമോളിഷ് ചെയ്തു. എവിടെ? ഒരു മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരു വലിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു അമ്പലം. അതെ അതെ അതെ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ജസ്റ്റിസ് ഈസ് സെർവ്ഡ്? അത് ജസ്റ്റിഫൈഡ് ആണോ അല്ലേ എന്നുള്ളതല്ല ഇപ്പോൾ ഇനി പ്രശ്നം. കാരണം അത് പൊളിച്ച് നഷ്ടപ്പെട്ടു പോയി. ഇല്ലെങ്കിൽ ഒരിക്കലും തന്നെ ഒരു പുതിയ സ്ട്രക്ചർ അതിൻ്റെ അടുത്തൊരു 300 മീറ്റേഴ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ ഇത് പൊളിച്ചു പോയതിന് ശേഷം പിന്നീട് വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഒരു ന്യൂ സ്ട്രക്ചറാണ്. അപ്പം പിന്നെ അത് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ്. കാരണം ഇപ്പോൾ അതൊരു ടൂറിസം പ്ലേസായിട്ട് മാറിക്കഴിഞ്ഞു. ഏതാണ്ട് 67ഓളം ഏക്കർ സ്ഥലമുണ്ട് ഇപ്പോൾ പുതുതായിട്ട്. പിന്നെ ഒരു ടൂറിസ്റ്റ് സെൻ്ററായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. കുറേയൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൽ ചില കോംപ്രമൈസുകളൊക്കെ ചെയ്യേണ്ടി വരും. അതല്ലാണ്ട് നമ്മൾ വെറും റിജിഡായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു ആർക്കിയോളജിസ്റ്റിന് മറുപടി നൽകാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഇവിടെ ഇതിൽ ആർക്കിയോളജി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, മതമുണ്ട്, എല്ലാം കൂടിയും ഇടകലർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുന്ന അവസരത്തിൽ ഏറ്റവും നല്ല തീരുമാനം എടുക്കാൻ വേണ്ടി നോക്കുക. അതിൻ്റെ ശേഷം മുസ്ലിമും ഹിന്ദുക്കളും ഒന്നായിട്ട് യുണൈറ്റഡായിട്ട് മുന്നോട്ട് പോകട്ടെ. ഞാൻ പറഞ്ഞിരുന്നത് മുസ്ലിങ്ങളുടെ അടുത്തു നിന്നും കോൺട്രിബ്യൂഷൻ വാങ്ങണം ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി എന്നായിരുന്നു. അങ്ങനെ വേണ്ടി അവർ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഒരു പുതിയ അധ്യായമായിട്ട് മാറുമായിരുന്നു നമ്മളെ ചരിത്രത്തിൽ. പക്ഷെ അത് സംഭവിച്ചില്ല. അത് മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നിട്ട് വില്ലിംഗ്ലി ദേ ഷുഡ് ഹാവ് ഹാൻഡഡ് ഓവർ ഇറ്റ്.